എവിടെയോ കേട്ട ഒരു ഓർമ്മയുണ്ട്. നമ്മൾ അടുക്കി പെറുക്കി വെച്ചതുപോലെയൊക്കെ തന്നെ കിച്ചൺ ഇരിക്കാനും അതിനെ തീരെ ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നും വരാതിരിക്കാനുമുള്ളൊരു വഴിയെന്ന് പറഞ്ഞാൽ തീരെ കുക്ക് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. എന്തായാലും നമുക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മളുടെ കിച്ചണിലുള്ളൊരു ജോലികളൊക്കെ ഒന്ന് എളുപ്പമാവാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു പാൻട്രി ഒന്ന് ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കിച്ചൺ ഒന്ന് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതൊരു പാൻട്രി മേക്ക് ഓവർ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ കബോർഡ്സിൽ ഒന്നും തന്നെ വെച്ചിട്ടില്ല. പിന്നെ നമ്മളുടെ ഒരു കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കവാറും കുക്ക് ചെയ്ത് തന്നെ ഒരു ഹോം മെയ്ഡ് ഫുഡാണ് കഴിക്കാറുള്ളത്. പുറത്തുനിന്ന് വാങ്ങാറുണ്ടെങ്കിലും അതങ്ങനെ അധികം റെഗുലർ അല്ല. അപ്പോൾ നമ്മൾക്ക് കുറേ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുണ്ട് റെഗുലർ ആയിട്ടുള്ളൊരു കുക്കിങ്ങിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഇന്ത്യൻ മസാലാസും അതേപോലെ തന്നെ പൊടികളും ഒക്കെ ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെക്കുന്ന പച്ചക്കറികളൊന്നും അല്ലാതെ തന്നെ പയറും പരിപ്പും ഒക്കെ ആയിട്ടുള്ള ധാന്യവർഗ്ഗങ്ങളും ഒക്കെ വെക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അതൊക്കെയാണ് ഈ ഒരു പാൻട്രി അല്ലെങ്കിൽ ഈ ഒരു കിച്ചൺ ഏരിയയിൽ നമ്മൾ അറേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന എല്ലാ ഐറ്റംസും, അതായത് ഓർഗനൈസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ഒരുപാട് നാൾക്ക് മുന്നേ വാങ്ങിയതാണ്. ഇവിടുത്തെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ എല്ലാ കബോർഡ്സും ഒന്ന് നല്ലതുപോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിലൊന്ന് വൈപ്പ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നോർമൽ ഒന്നെങ്കിൽ വെള്ളം ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡിഷ് വാഷ് ലിക്വിഡിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് വൈപ്പ് ചെയ്തതിന് ശേഷം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം നോൺ സ്ലിപ്പബിൾ ആയിട്ടുള്ള മാറ്റ്സ് കിട്ടും, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാനിത് അറേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു നോൺ സ്ലിപ്പബിൾ മാറ്റ്സ് ഉണ്ടായിരുന്നതൊക്കെ തീർന്നു എന്ന് മനസ്സിലാവുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ അത് പോയി വാങ്ങാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് ശരിക്കും ഒരു ലൈനർ ആയിരുന്നു വേണ്ടത്. കാരണം ഇത് വൈറ്റ് കബോർഡും കൂടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ സാധനങ്ങൾ ഇങ്ങനെ എടുക്കുകയും തിരിച്ചു വയ്ക്കുകയും ചെയ്യുമ്പോഴത്തേനും നല്ലതുപോലെ ഇങ്ങനെ പോറൽ വരാറുണ്ട്. അതിനാണ് മെയിൻലി ഈ ഒരു ലൈനർ ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അത് വീണ് കഴിയുമ്പം നമ്മളെപ്പോഴും ഓരോ സമയം എടുത്ത് കഴിയുമ്പോഴും തുടയ്ക്കൊന്നും അല്ലല്ലോ, അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറിപ്പോവാറുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും എൻ്റെ കയ്യിൽ കുറച്ച് പ്ലാസ്റ്റിക് ലൈനേഴ്സ് ഉണ്ടായിരുന്നു. അതങ്ങനെ നോൺ സ്ലിപ്പബിൾ അല്ല. അപ്പം ആസ് ഓഫ് നൗ എനിക്കിത് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് ലൈനേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോൺ സ്ലിപ്പബിൾ മാറ്റ്സ് ആയിട്ട് തന്നെ വാങ്ങാനായിട്ട് കിട്ടും. അങ്ങനെയാകുമ്പം അത് വാങ്ങിയിട്ട് അത് ഈ കബോർഡിൻ്റെ ആ ഒരു സൈസിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി അത് വാങ്ങാനായിട്ട് ഏതെങ്കിലും കാരണവശാൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇതേപോലെയുള്ള പ്ലാസ്റ്റിക് ലൈനേഴ്സ് യൂസ് ചെയ്യാം. ഇതല്ലാന്നുണ്ടെങ്കിൽ ബബിൾ റാപ്സ് ഒക്കെ ഇല്ലേ, ഇപ്പോൾ പല സാധനങ്ങളൊക്കെ റാപ്പ് ചെയ്തിട്ട് വരുന്നത്, അതും പറ്റും കേട്ടോ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പം അതിങ്ങനെ കബോർഡിൽ നിന്ന് വിട്ട് വരുന്നതായിട്ട് തോന്നുവാണെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. ഞാൻ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങുമ്പോഴത്തേക്കിനും ഒരു ഫോം മെറ്റീരിയലിലുള്ള ഒരു പേപ്പർ കിട്ടും. പേപ്പറല്ല, ശരിക്കും ഒരു ലൈനർ പോലെ വരും. അപ്പോൾ അതിനെയും കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഞാൻ എൻ്റെ കയ്യിലുള്ള ചെറിയ ചെറിയ ബോട്ടിൽസും അതേപോലെ തന്നെ സാധനങ്ങൾ വെച്ചിട്ടുള്ള ചെറിയ ഓർഗനൈസേഴ്സും ഒക്കെ എടുത്തൊന്ന് നോക്കുവാണ്. അപ്പം എൻ്റെ കയ്യിൽ ഇവിടെ കുഞ്ഞ് ബോട്ടിൽസ് ആയിട്ടുള്ളത് ഈ 2 ടൈപ്പാണ്. ഇതിൽ ഒരെണ്ണം എനിക്ക് ശരിക്കും ഒരു സെറ്റായിട്ട് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഈ ഒരു ബോട്ടിലാണ്. ഇത് ശരിക്കും 6 എണ്ണത്തിൻ്റെ ഒരു സെറ്റായിരുന്നു വാങ്ങിയപ്പോഴത്തേക്കിനും. പക്ഷെങ്കിൽ ഇപ്പം അത് ഗ്ലാസ് ആകുമ്പോഴത്തേക്കിനും ഇങ്ങനെ പൊട്ടി ഇപ്പം അവസാനം 2 എണ്ണമായിട്ടുണ്ട്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും വാങ്ങുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇത് വാങ്ങില്ലായിരിക്കും. കാണാനൊക്കെ നല്ലതാണ്, പക്ഷേങ്കിൽ ആ ഒരു ഗ്ലാസിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ അത് കുറച്ച് തിന്നാണ്. നമ്മളൊരു കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു പ്രഷർ കൂടുതൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. അങ്ങനെ ഒരു പ്രോബ്ലം മാത്രമാണ് അതിന് കണ്ടിട്ടുള്ളത്. പിന്നെയുള്ള ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള കുഞ്ഞു ബോട്ടിൽസ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്കിപ്പം സാധനങ്ങൾ ഇട്ട് വെക്കാനല്ലാതെ ഇപ്പം എന്തെങ്കിലും ഡെസേർട്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ഉള്ളത് ഈ ടൈപ്പ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ്. ഇതൊരു 12 എണ്ണോ മറ്റോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിൽ ഒരു 3-4 എണ്ണമൊക്കെ പോയിട്ടുണ്ടാവും. ഒരുപാട് വർഷങ്ങൾ മുൻപുള്ളതാണ്. ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ടൈം മുതൽ തന്നെ എൻ്റെ കൂടെ ഉള്ളതാണ്. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അധികം പോയിട്ടില്ല. കൂടുതലും അത് ചീത്തയായി പോയിട്ടുള്ളത് നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് ഗ്യാസ് സ്റ്റോവിൻ്റെയൊക്കെ അടുത്ത് വെച്ചിട്ട് ഉരുകി പോവുമല്ലോ, അങ്ങനെ ചീത്തയായി പോയേക്കുന്നതാണ്. പിന്നെയുള്ള വേറൊരു ടൈപ്പ് ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് കുഴപ്പമില്ല, ഇരുന്നോളം നമുക്ക് ഇതേപോലെ ചരിച്ച് വയ്ക്കാനൊക്കെ പറ്റും. പക്ഷേങ്കിൽ കുറച്ച് ഹെവിയാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നല്ലതുപോലെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കബോർഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണ എടുക്കാനും വയ്ക്കാനും കുറച്ച് ഡിഫിക്കൾട്ടെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും അത്യാവശ്യം കെയർ ചെയ്ത് തന്നെ യൂസ് ചെയ്യണം. പിന്നെ 2 കൈ കൊണ്ട് തന്നെ എടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ.
പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഒരു ടൈപ്പ് ബോട്ടിൽസും യൂസ് ചെയ്യുന്നുണ്ട്. ഇതും പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ്. ഇതിൻ്റെയും സെറ്റായിരുന്നു. ഇതും ചീത്തയായി പോയിട്ടുള്ളത് ഗ്യാസ് സ്റ്റോവിൻ്റെ അടുത്ത് വെച്ചിട്ട് ഉരുകി പോയിട്ടുള്ളതാണ്. അപ്പോൾ മെയിൻലി ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഈ ടൈപ്പുള്ള ഓർഗനൈസേഴ്സ് അല്ലെങ്കിൽ ബോട്ടിൽസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഇന്നിവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഓർഗനൈസേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വരുന്ന വഴിയിൽ കാണാം. അപ്പോൾ ഇനി ഫസ്റ്റ് തന്നെ ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെയുള്ള ലൈനേഴ്സ് ഇടുവാണ്. അപ്പം ഇവിടെ ഞാൻ ഫസ്റ്റ് ഇതിനെയൊക്കെ അടുക്കി വെച്ച സമയത്ത് ജസ്റ്റ് ആ ലൈനേഴ്സ് ഇട്ട് കൊടുത്തതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓവർ എ പീരീഡ് ഓഫ് ടൈം എനിക്ക് മനസ്സിലായി അതിനൊന്ന് അവിടെ പിടിച്ച് നിർത്തണം എന്നുണ്ടെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് വേണമെന്ന്. അങ്ങനെ ഞാൻ പിന്നീടാണ് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒന്ന് അതിനെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഓർഗനൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് വെർട്ടിക്കൽ സ്പേസ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിവിടെ ഫസ്റ്റ് ചെയ്യുന്നത് ഒരു ബാസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ ബാസ്ക്കറ്റിലേക്ക് നമ്മുടെ ബേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിലേക്ക് അങ്ങ് വെക്കുകയാണ്. ബേക്കിംഗ് നമ്മൾ എല്ലാ ദിവസവും ഒന്നും ചെയ്യുന്നതല്ലോ, അതുകൊണ്ട് തന്നെ അതങ്ങനെ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് വേണമെന്നില്ല. കുറച്ച് മുകളിലേക്ക് മാറ്റി വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ വെച്ചിട്ടുള്ളത് മെയിൻലി നമ്മളുടെ കേക്ക് ബാറ്ററൊക്കെ മിക്സ് ചെയ്യുന്ന ആ ഒരു ബൗൾസ് വെച്ചിട്ടുണ്ട്, കുക്കി കട്ടർ, പിന്നെ കപ്പ് കേക്ക് മൗൾസ് ഒക്കെ ഇല്ലേ, കേക്ക് ടിൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ആകുമ്പോഴത്തേനും നമ്മളുടെ ആ ഒരു ബേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ബാസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ മൈക്രോവേവ് ഓവനാണ് ഇവിടെ കൊണ്ട് വെക്കുന്നത്. അതിനുശേഷം ഞാൻ ഈ സാധനങ്ങളൊക്കെ തിരിച്ച് കബോർഡിലേക്ക് വെക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ചെയ്തപ്പോഴത്തേക്കിനും നമുക്ക് ഈ ബോട്ടിലിൽ കൂടെ കാണുമ്പോഴത്തേക്കിനും എന്താണ് സാധനം എന്ന് മനസ്സിലാവുന്ന ബോട്ടിൽസ് ഉണ്ടല്ലോ, അതാണ് ആദ്യം വെച്ചത്. അതായത് കുറേ സാധനങ്ങളൊക്കെ കാണുമ്പം ആർക്കായാലും മനസ്സിലാവും എന്താണെന്നുള്ളത്. പക്ഷേങ്കിൽ ചില സാധനങ്ങളുണ്ട് അല്ലെങ്കിൽ പൊടികളുണ്ട്, അത് നമുക്ക് തന്നെ ചിലപ്പം ഒന്ന് എടുത്ത് സ്മെല്ല് ചെയ്തൊക്കെ നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എന്താണെന്നുള്ളത്. ഞാനപ്പം ഇതുവരെയും ലേബലിംഗ് ചെയ്യുന്നൊരു കാര്യം ചെയ്തിട്ടേ ഇല്ല. അതിൻ്റെ ഒരു ആവശ്യം ഇല്ലയെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് പലപ്പോഴും വേണമെന്ന് തോന്നിയെങ്കിലും അതിന് പിന്നെ ആ ഒരു ടൈമിൽ അതിനു വേണ്ടി മെനക്കെടാനൊന്നും പറ്റിയില്ല. പലപ്പോഴും ഈ ഒരു നമ്മൾക്ക് ഈ പാൻട്രിയിലൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ലേബലായിട്ട് തന്നെ വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പം അത് വാങ്ങിയിട്ട് ഇതിന് പേരെഴുതി ഒട്ടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ നാളായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. കാരണം ചില പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ടെങ്കിലും കുറേ നാൾ കഴിഞ്ഞ് നോക്കുമ്പം എനിക്ക് തന്നെ മനസ്സിലാവത്തില്ല ഇത് എന്താ സാധനം എന്നുള്ളത്. അപ്പോഴാണ് ഇതിന് നമുക്ക് പ്രോപ്പറായിട്ട് ലേബൽ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് തന്നെയുള്ള സ്റ്റിക്കറും അതിൻ്റെ ഒരു മാർക്കറും ഒക്കെ കിട്ടും. അത് വെച്ചിട്ട് മാത്രം ചെയ്യുന്നതായിരിക്കും നല്ല വൃത്തിയായിട്ടിരിക്കുക. പക്ഷെ ഞാനിത് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റിക്കർ ഞാൻ വാങ്ങിയിട്ടില്ലാഞ്ഞത് കാരണം ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് നമ്മളുടെ വൈറ്റ്നർ യൂസ് ചെയ്യുവാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇത്രയും ബോട്ടിൽസിന് എനിക്ക് ശരിക്കും ലേബിൾ വേണം. ഇതിപ്പോൾ ഞാൻ മാത്രമല്ലല്ലോ കുക്ക് ചെയ്യുന്നത്, ചിലപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പം കുട്ടികൾ വലുതായി വരുന്നു, അപ്പം അവരും കാര്യമായിട്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യാനൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ ഓരോ സമയത്തും ഓരോ സാധനങ്ങളും എവിടെയാണെന്ന് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കേണ്ട ആവശ്യം എപ്പോഴും ഉണ്ടാവാറുണ്ടായിരുന്നു. പിന്നെ ചില സാധനങ്ങളൊന്നും കണ്ടാൽ പെട്ടെന്ന് അവർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോന്നായിട്ട് എടുത്ത് വെച്ചപ്പോഴത്തേക്കിനും ഏതാണ് പുറത്തുനിന്ന് നോക്കിയാൽ മനസ്സിലാവാത്തെന്നുള്ള ബോട്ടിൽസ് മാത്രം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് കൂടുതലും ശ്രദ്ധ കൊടുത്തത് എനിക്ക് കൂടുതലായിട്ടും എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങൾ, അതായത് കുക്ക് ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ള സാധനങ്ങൾ ആ ഒരു ഏരിയയിൽ തന്നെയായിട്ടൊക്കെ കിട്ടുന്ന രീതിയിലാണ് കേട്ടോ. വലിയ കുഴപ്പമില്ലാതെ വരുന്നുണ്ട് വൈറ്റ്നർ യൂസ് ചെയ്തിട്ട്. ഇനി എപ്പോഴെങ്കിലും ഞാൻ ഇതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ലേബൽ വാങ്ങിയതിന് ശേഷം ഇതിനെ റീപ്ലേസ് ചെയ്യാം. പക്ഷേങ്കിൽ ഇപ്പോൾ ഇതെല്ലാം അടുക്കി വെക്കുന്ന സമയത്ത് പേരെഴുതേണ്ടതും അറിയേണ്ടതും പേരെഴുതി തന്നെ വെക്കാം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ വൈറ്റ്നർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി വൈറ്റ്നർ കൊണ്ട് എഴുതുമ്പോഴത്തേക്കിനും ഇത് ഈ ബോട്ടിൽ നിന്ന് പോകുമോ എന്നുള്ള പേടി വേണ്ട. നമ്മളിത് വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളുടെ സ്ക്രബ്ബർ കൊണ്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് പോയിക്കോളും. ഈ ഒരു ഏരിയയിൽ വെക്കുന്നത് നമ്മൾക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന അരിയും അതേപോലെ തന്നെ ഗോതമ്പ് പൊടി, മൈദ അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം താഴെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നീട് അഡ്ഹസീവ് ഹുക്സ് വെച്ചിട്ടാണ് നമ്മൾക്ക് അവനിൽ നിന്നും എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു റബ്ബർ ഗ്ലൗസ് ഉണ്ടല്ലോ, അതും അതേപോലെ തന്നെ ചൂടായിട്ടുള്ള പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്തും ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അഡ്ഹസീവ് ഹുക്സ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നമ്മളുടെ പാൻട്രിയിൽ എപ്പോഴും കാണുന്ന സംഭവങ്ങളായിരിക്കും ഈ അനിയനും അതേപോലെ തന്നെ ചെറിയ ഉള്ളിയും ജിഞ്ചർ ഗാർലിക് ഒക്കെ തന്നെ. അപ്പോൾ ഞാനൊരു ബാസ്ക്കറ്റ് എടുത്തിട്ട് വന്നിട്ട് അനിയൻസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയും പിന്നെ അതേപോലെ ഗാർലിക്കും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് കുഞ്ഞു ബാഗ്സ് ഉണ്ടായിരുന്നു, ക്ലോത്ത് ബാഗ്സ്. അപ്പം അത് ഈ ബാസ്ക്കറ്റിലേക്ക് തന്നെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇതിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബാസ്ക്കറ്റിൽ വെക്കുമ്പോഴത്തേക്കും
കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഹോൾസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വെക്കുന്ന സ്ഥലത്ത് ഈ ഗാർലിക്കിൻ്റെ ഒക്കെ സ്കിൻ ഇങ്ങനെ എപ്പോഴും പീലായി കിടപ്പുണ്ടാവും. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഗാർലിക്കിനെ ഇതേപോലെയുള്ള ഒരു ക്ലോത്ത് ബാഗിൽ ഇട്ടിട്ട് ആ ക്ലോത്ത് ബാഗും ഈ ബാസ്ക്കറ്റിൻ്റെ കൂടെ തന്നെ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാനൊരു ചെറിയ ട്രേ എടുത്തിട്ട് അതിലേക്ക് എണ്ണകളൊക്കെ വെച്ചു. അതിനുശേഷം കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ഹണിയും ഒക്കെ ആ ഒരു ട്രേയിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. നമ്മൾ സൺഫ്ലവർ ഓയിൽ ഉണ്ടാവും, അതേപോലെ തന്നെ കോക്കനട്ട് ഓയിൽ ഉണ്ടാവും, ഒലിവ് ഓയിൽ ഉണ്ടാവും, പിന്നെ നമ്മൾ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എണ്ണ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ എല്ലാം കൂടി ഒരേ സ്ഥലത്ത് വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. പിന്നീട് ഒരു ടീ അല്ലെങ്കിൽ ഒരു കോഫി സ്റ്റേഷൻ പോലെ ആ ഒരു ടീക്കോ കോഫിക്കോ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും കൂടി ഒരുമിച്ച് വെക്കുന്ന ഒരു ഏരിയയും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും അത്യാവശ്യം വേണ്ടിയിട്ടുള്ള ഒരു പാൻട്രി ഓർഗനൈസേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും കാണാം, ഞാൻ ആ മൈക്രോവേവ് ഓവൻ്റെ മുകളിലായിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോവാതെ എടുക്കേണ്ട കുറച്ച് ടാബ്ലറ്റ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൻ്റെ മുകളിലും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പല സാധനങ്ങൾ വെച്ചേക്കുന്നതും കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇതിൻ്റെയൊക്കെ തന്നെ സ്ഥലങ്ങൾ ചിലപ്പം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഏതെങ്കിലുമൊക്കെ വരുന്ന വീഡിയോസിൽ നിങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ ഞാൻ വെച്ചേക്കുന്ന സ്ഥലത്തായിരിക്കത്തില്ല ഇനി ഇരിക്കുന്നത്. അത് ഓരോ സമയത്തും ഉള്ള അന്നേരത്തെ ഒരു ഇഷ്ടം നോക്കിയിട്ടും അന്നേരത്തെ ഒരു സൗകര്യം നോക്കിയിട്ടും ഒക്കെ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്യും കേട്ടോ. ഓരോ സമയത്തും ഏതാണ് കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് നോക്കിയിട്ട് ഇതിനെങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമാണ്. അതേപോലെ നിങ്ങളുടെ കിച്ചൺ ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സൗകര്യം നോക്കിയിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഐഡിയാസ് കിട്ടിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഒരു പാൻട്രി ഓർഗനൈസേഷൻ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.